അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് അഗെയിൻ നമ്മുടെ വൺ ബ്ലോക്ക് സീരീസ്. ഇന്ന് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തു രാവിലെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കോപ്പിൾ സ്റ്റോൺ ഉണ്ടാവും, സ്റ്റക്കായിപ്പോയി. അല്ല ഇതിലല്ല, ഞാൻ പെട്ടിയിൽ മാറ്റി വെച്ചു, ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇതിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഇതാ ഇതിലും. അപ്പോൾ എൻഡർമാൻ എക്സ് പി ഫാം ഉണ്ടാക്കാനാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം ഇല്ല, നെയിം ടാഗ്. അതില്ല. നെയിം ടാഗ് ഇല്ലാതെ എങ്ങനെ നമ്മുടെ പരിപാടി എടുക്കുക? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിന് ചുറ്റോറം ഒരു വേലിയൊക്കെ കെട്ടി സെറ്റാക്കാന്ന്. നമ്മുടെ ബേസിൻ്റെ കുറച്ച് വർക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കിടന്നുറങ്ങാം. ഇനി മരം വേണം. മരം പെട്ടിയിലില്ലെങ്കിൽ പോയി എടുത്തോണ്ടിരാം. അതിൻ്റെ മേലെ ലാൻഡ് ആവണം. കറക്റ്റ് ലാൻഡായി. ഇനി നമ്മുടെ ആക്സ് എടുത്തു. ആക്സ് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഇത് പൊട്ടിക്കും. അപ്പം അങ്ങനെ ഫുള്ളും പൊട്ടിച്ചെടുത്തു. ഇനി അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫെൻസ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. എവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് എടുത്തിട്ട് സ്റ്റിക്ക് വേണം. സ്റ്റെയർ കേസ് അറിയാതെ നെക്കി. കുഴപ്പമില്ല. ഇനി കുറച്ച് ഫെൻസ് ഉണ്ടാക്കാം. ഫെൻസ് അങ്ങനെ റെഡി. 45 ഫെൻസ്. ഇത് മതി. ഇനി നമുക്കതിൽ ചുറ്റോറം വെച്ചെടുക്കുക. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വരിയിൽ വെച്ച് കൊടുക്കണോ അത് പുറത്ത് വെച്ച് കൊടുക്കണം? ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ വെച്ചാൽ കൊയിഞ്ഞാടൂല, എന്നാലും ഒരു ഭംഗിയില്ല. നമുക്ക് ഇതുമ്മ വെച്ചോക്കാം. ഈ ഒരു സാധനത്ത് വെക്കാം. ഇത് തികയും തോന്നണില്ല. കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ കുടുങ്ങി വാട്ടർ. ഇപ്പം തന്നെ ചത്തി. ഫെൻസ് എടുക്കാം, വെച്ചെടുക്കുക. ബാക്കി വെച്ചെടുക്കുക. മോബ് ഫാമൊക്കെ നല്ല വർക്കിംഗ് സാധനം തന്നെയാണ്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതായാലും നമ്മുടെ കയ്യിൽ ഇതില്ല, എന്ത്
നെയിം ടാഗ് ഇല്ല. അപ്പം നെയിം ടാഗ് ഇല്ലാതെ ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നെയിം ടാഗ് കിട്ടുമ്പോൾ വെച്ചുകൊടുത്താൽ പോരെ. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധനം വർക്കാവും, പക്ഷെ പിന്നെ അതിൻ്റെ മേലെ ആ ജന്തുവിനെ സ്പോൺ ആക്കണം എന്നുള്ളൂ. ഇനി ഇവിടെ പിന്നെ എൻ്റെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് വർക്ക് ആവണില്ല. വെറും ഒറ്റ പെട്ടുള്ള റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് വർക്ക് ആവണില്ല. മൗസിൻ്റെ കണക്ഷൻ എടുക്കുന്നില്ല. അതൊരു വിഷയമാണ്. അവിടെ ഞാൻ മറ്റേ കീബോർഡുമ്പോൾ ഒരു സ്വിച്ച് ഇതാക്കി കൊടുത്തിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്ത മരം സെറ്റാക്കാം. കറക്റ്റായിട്ട് ലാൻഡായാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ലാൻഡ് അയക്കണം. ഞങ്ങൾക്ക് പരിപാടി തുടങ്ങാം. മരത്തിന് നമുക്ക് വല്ല ഓട്ടോമാറ്റിക് ട്രീ ഫാം സെറ്റാക്കണം. ഇതാണ് ഞാൻ സ്വന്തമായിട്ട് കയറി ഉണ്ടാക്കി പൊട്ടിച്ചെടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയി നെക്കി ഇതിനെ ഫെൻസാക്കണം. ഓക്കെ, എന്നാൽ പിന്നെ ഒരു കാര്യം കൂടിയും ചെയ്യാം. ഇതിൻ്റെ ചുറ്റോറവും ഫെൻസ് വെച്ച് കൊടുക്കാം. വെറുതെ വെക്കുകയാണ്, ഒരാവശ്യമില്ല. പിന്നെ ഈ ഒരു ഇത് ഫുള്ള് പൊട്ടിച്ച് കളയണം. അത് പതുക്കെ പൊട്ടിച്ച ഡർട്ടില്ല എൻ്റെ കയ്യിൽ, ഗ്രാസ് ബ്ലോക്ക് ഇല്ല. ഇതിനകത്തുണ്ടോ കോബിൾ സ്റ്റോൺ ഇഷ്ടം പോലെ. നമുക്ക് ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് കുറച്ച് മരമുണ്ട്. ഈ മരം കുറച്ച് ഏതെങ്കിലും പെട്ടിയിൽ ഇട്ടേക്കാം, അത് ആവശ്യം വരും. എല്ലായിടത്തും കഴിച്ചിട്ടില്ല. അപ്പോൾ എടുത്ത് നമ്മളെ ഫെൻസ് ഉണ്ടാക്കണം. ഇപ്പോൾ സ്റ്റിക്ക് കുറച്ചുണ്ട്, അപ്പോൾ നേരെ വുഡാക്കാം. ഫുൾ വുഡാക്കി കുറച്ച് ഫെൻസും ഉണ്ടാക്കി എടുത്തു. ഓക്കെ, 15 ഫെൻസ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇത് ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ഉണ്ടാക്കിയാൽ കഴിയും. ഒരു 20 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടി ഉണ്ടാക്കാം. 4 ഒരു തുള്ളിയും കൂടി. അങ്ങനെ ആകുമ്പോൾ 12 എണ്ണം കൂടി കിട്ടി. ഇനി ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് മൊത്തം 57 എണ്ണം ഉണ്ട്. ഇവിടെ ഇത് മതി. ഇനി ഇപ്പുറത്തെ ഭാഗത്തൊന്ന് ഫില്ലാക്കി കൊടുക്കണം. ഒന്ന് താഴെ പോയത് അതൊരു വിഷയമേ അല്ല. ഇനി നമുക്ക് മറ്റേ സ്ഥലത്തും കൂടി ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ സ്പോണിങ് ഉണ്ട് കേട്ടോ. ഓവറായിട്ട് കളിച്ചിട്ടില്ല. നമ്മൾ താഴെ പോവും. ഈ എലൈറ്റർ ഇട്ടുകൊണ്ട് ചാടിയ ചിലപ്പോൾ ആ ചിറകോണായിങ്ങാണ്ട് പോവും. ലാസ്റ്റ് പൊട്ടിച്ച അപ്പോൾ ഇവിടെ ഫുള്ളാക്കി. പക്ഷേ ഇതിന് ചുറ്റോറം വെക്കണോ? ഇതിന് ചുറ്റോറം വെക്ക വെറുതെ കളയാൻ ഇതാക്കണ്ടല്ലോ, സ്ഥലം ഒഴിച്ചിടണ്ടല്ലോ. അപ്പം അതിന് മുന്നേ നമുക്ക് ഒരു വരിയും കൂടി ഇങ്ങോട്ട് നീട്ടി വെക്കണം, ഒരു കോബിൾ സ്റ്റോണിൻ്റെത്. എന്നാൽ പിന്നെ അതിമ്മ കൂടി വെക്കാം. ഏതായാലും ഈ ഒരു ഇത് വേണം. കുറച്ച് സ്റ്റോൺ എടുത്തോടുന്ന് സ്ലാബ് അല്ലേ ഇവിടെ വെച്ച് കുറച്ച് സ്ലാബ് ഇങ്ങോട്ട് നീട്ടിയിടാം. പെട്ടിന്ന് എടുക്കുക. വെറുതെ നമ്മൾ
സ്റ്റോൺ ഇത് മതിയാവും. ഇത് തന്നെ ഓവർ ഏക്കരം. 60 മതിയാവും. 5. ഇനി വെച്ചെടുക്കാം. ഒരു ഇതെവിടെ വെച്ചു? ഇതെന്തൊക്കെയാ ആവുന്നുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ അത് അടിയിലെവിടെയോ പോയി. ഇത് കുറച്ച് പണിയാണ്. മൗസും അല്ല ഇതിൻ്റെ സ്വിച്ച്. അപ്പം അതാണ് ഒന്നാമത് പണി. ഞാനൊരു കാര്യം ചെയ്യും, ഇതും വെച്ച് ഇങ്ങനെ പോകാലോ. അല്ലെ പിന്നെ എങ്ങനെ വെച്ചാലും മതി. അത് കുറച്ച് പണിയാണ്. നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഫെൻസ് വെച്ച് കൊടുക്കാം. ഫെൻസ് വെക്കാൻ പിന്നെ എളുപ്പമാണ്, അത് വേറെ കാര്യം. ഫെൻസ് കഴിഞ്ഞു. തികയില്ല. ഫുഡ് കിടന്നുറങ്ങിയിട്ട് ബാക്കി പണിയിടുക. ഹോ ഇനി ബാക്കി മരം കൂടി എടുക്കണം. പിന്നെ നമുക്ക് മരം നട്ട് പിടിക്കാം. ഇപ്പം തൽക്കാലത്തിന് ഫുൾ എടുത്തിക്കണ്. നമുക്ക് പരിപാടി ഇന്നത്തെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ച് സ്റ്റിക്ക് വേണമല്ലോ. സ്റ്റിക്കിന് കുറച്ച് നെക്കി പിടിച്ചാൽ 4 നെക്കി പിടിച്ചാൽ ആവില്ല. 8 12 ഇല്ല. പതുക്കെ ഇങ്ങനെ എടുക്കുക. 20 ഇത് റെഡി. 31 സ്റ്റെയറും റെഡി. 31 സ്റ്റെയറും റെഡി. ഇനി ബാക്കി ഭാഗത്തും കൂടി നമുക്ക് ഫില്ലാക്കി കൊടുക്കാം. ഈ കടക്ക കുറച്ച് പൊട്ടിച്ച് മാറ്റി വെക്കണം. കടക്ക മാറ്റിയിട്ടില്ലെങ്കിൽ കടക്കമ്മ കൂടി ഞാൻ നിലത്ത് പോകും. അപ്പോൾ ഒത്തിരി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ബേസ് കിടിലനായിട്ടോ. കുറച്ച് ഇതിട്ട് ലെതർ ഇട്ടി. അതാണ് ആർമർ പൊട്ടാനായി. ഈ ആർമർ കൊണ്ട് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട് ഡയമണ്ടിൻ്റെ. നമുക്ക് ഇത് എൻഡ് സിറ്റി ഇല്ലേ, മറ്റേ ഡ്രാഗനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോർട്ടൽ സ്പോൺ ആവില്ലേ, അതിക്കൊന്ന് കയറി വെക്കണം. കുറച്ച് ഡയമണ്ട് ഇതിൽ കിട്ടുമോ നോക്കാം. എൻ്റെ സിറ്റിയിൽ ഡയമണ്ട് ഉണ്ടാവുമല്ലോ ചെസ്റ്റ് കൂടി. അപ്പോൾ അത് കുറച്ച് ഒപ്പിച്ചണം. പിന്നെ ഇത് ഇങ്ങോട്ട് മുട്ടിക്കാം. ഇതിന് നമ്മൾ എടുത്തു സ്ലാബ് എടുത്ത് ഇതിങ്ങനെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കും അങ്ങനെ ഫൈനലി കംപ്ലീറ്റ്. നമ്മുടെ ഒരു വരി മതിയാവും. ഒറ്റ വരി മതി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഏത് ഭാഗത്തേക്ക് അങ്ങനെ നെതർ പോർട്ടലിൻ്റെ ഭാഗത്തേക്ക് സെറ്റാക്കി കൊടുക്കാം. കടക്കെടുക്കട്ടെ. എടുത്തോ കിടക്ക.
കടക്കെടുത്തിട്ട് കടക്കങ്ങോട്ട് മാറ്റിയിടുക, അതേക്കാൾ നല്ലത്. ഇതവിടെ ഇനി അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം. ഈ ഭാഗത്തേക്ക് ഞാനൊരു ചെറിയ ഫാം ഉണ്ടാക്കണം കരുതി ഉണ്ടാക്കിയൊരു സാധനമാണിത്. പക്ഷേ അതിനും ഡെർട്ട് വേണം. ഡെർട്ട് അല്ലെങ്കിൽ ഗ്രാസ് ബ്ലോക്ക് എന്തെങ്കിലുമൊക്കെ. അല്ല, ഗ്രാസ് ബ്ലോക്ക് കൃഷിയാണ് സെറ്റാക്കാൻ കരുതി. കൃഷി ഒരു വില്ലേജർ സോംബിനെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ചെയ്യായിരുന്നു. സ്ലാബ് വെച്ച് സൈഡൊന്ന് ഇതാക്കി കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ പണിയിൽ നോക്കുക. ഈ സാധനം ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് വെറുതെ അന്ന് കൈ തട്ടി നെങ്ങിയതാണ്. ഒരു ഒബ്സീഡിയം വെറുതെ കളയണ്ടല്ലോ. ശരിക്കും നമ്മുടെ സ്ലാബ് ഈ ഒരു ഭാഗത്തേക്കും സെറ്റാക്കി എടുക്കാം. ക്രീപ്പർ ചാടി. ഇനി അവിടെ ഫാം കൂടി സെറ്റാക്കി കൊടുക്കാം. പക്ഷെ അതിനുള്ള മരമല്ല, അത് നട്ട് പൊടിപ്പിച്ച് വലുതാക്കിയിട്ട് വേണം. ഇതവിടെ തരാം. ഇത് മതിയാവുമല്ലോ. അപ്പം അത്ര തന്നെ. അപ്പം ഇത്രയും പണി കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി നമ്മളെ ഫെൻസ് വെച്ച് കൊടുക്കണം. ഫെൻസ് പിന്നെയും തികയൂല. മരം ഫുള്ള് കഴിഞ്ഞല്ലോ. പെട്ടിയിൽ ഇനിയൊരു മരമല്ല. ആ മറ്റേ മരം ആവശ്യമുള്ളതാണ് ആ പെട്ടിയിൽ വെച്ചിരിക്കണേ. അങ്ങനെയാണെങ്കിൽ കുറച്ച് സാപ്ലിങ്സ് എടുത്ത് നട്ടു വെക്കാം നമുക്ക്. സാപ്ലിങ്സ് ഒന്നും ഇല്ല കാര്യം പറഞ്ഞ. ഫസ്റ്റ് ഇതാക്കാം. നമ്മുടെ സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കി എടുക്കണം. വൂളില്ല. വൂളും വേണം മറ്റേ എൻഡർമാൻ XP ഫാമിന്. വൂള് ഒപ്പിച്ചണം. വൂള് എന്തായാലും ഒന്നിലെ കിട്ടും. പക്ഷെ ആ നെയിം ടാഗ് ഇല്ലാതെ പരിപാടി നടക്കൂല. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് മരം എന്തായാലും ഇപ്പം അർജൻറ്റാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യും? മരത്തിനെന്ത് ചെയ്യും? ഇതിൽ സാപ്ലിങ്സ് ഒന്നുമില്ല. ഇതിലും പ്രത്യേകിച്ച് കാണാനില്ല. ഇതിലും ഇല്ല. അതെ. കണ്ണ് തുറന്ന് നോക്ക്. ഈ 4 മതി. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ ഈ പെട്ടിയിലിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നിറച്ചിട്ടുണ്ട്. സ്റ്റോറേജ് നിറഞ്ഞു. ഈ ബോൺവീലാക്കിയിട്ട് കൈ പിടിക്കും. ഈസി. ഇനി സാപ്ലിങ്സ് നമ്മൾ ഇങ്ങോട്ട് നട്ടുവെക്കും. ഈ ഭാഗത്തേക്ക് ഒന്ന് നട്ടുവെക്കാം. അതെന്തേ മരത്തിന് ഒരു കുഴപ്പം പറ്റിക്കണല്ലോ. മരം വെച്ചത് കറക്റ്റ് ആയില്ലേ? അല്ലെങ്കിൽ നടുവൊക്കെ വെച്ച് നോക്കണം. നമുക്ക് നടുവൊക്കെ വെച്ച് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടിച്ച് കളയണം ഇവിടുന്ന്. കുറച്ച്
കുറച്ച് ഡർട്ട് ബ്ലോക്ക് ഇനി എവിടുന്നേലും ഒപ്പിച്ചട്ടെ. ഡർട്ടാണ് ഇല്ലാത്തത്. പെട്ടിന്നൊരു തുള്ളിയിൽ കിട്ടിയാൽ മതിയെന്നു. ഇതിലൊന്നുമില്ല. ഇതിലും ഒന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടി, ഐറ്റം കിട്ടി. മരം കുറച്ചുണ്ടല്ലോ, പിന്നെന്തിനാണ് മോനെ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഞാനെന്താണ് കണ്ണ് തുറന്ന് നോക്കൂല. കുറച്ച് മരം എടുക്കാം. ഇതിൻ്റെ ഒരു 2 3 18 ഒന്നുകൂടി ഉണ്ടാക്കിയ 24 30 ഉണ്ടാക്കി വെക്കാം. 30 ഉണ്ടാക്കി കഴിഞ്ഞാലും മരം ബാക്കിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒരു 2 കൂടി ഉണ്ടാക്കി വെക്കാം. 2 3 18 കൂടുമോ? 24. അത്യാവശ്യത്തിനായിട്ടോ. ഫുൾ ഉണ്ടാക്കി 54 കൂടി ആയി. മരം നമുക്ക് പിന്നീട് അപ്പോൾ ശരിയാക്കാം. അപ്പോൾ അതേ ഇവിടെ ഫുള്ള് വെച്ച് സെറ്റാക്കി. ഇനി ഇത് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. ചുറ്റുപറന്ന് വെക്കാം വെറുതെ. പിന്നെ അവിടെ തന്നെ പോയി നങ്ങിയാലോ. ഇത്രയും തന്നെ മതിയാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ചുറ്റി പൊട്ടിച്ചെടുക്കാം. ഇവിടെ നിന്നൊരു കുറച്ചും കൂടി നീട്ടിക്കൊണ്ടോ. ഇത് കച്ചവടം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. 20 മിനിറ്റ് ഓൾറെഡി ആയി. കട്ടായി പോകും. പിന്നെ ഞാൻ പോലും അറിയാതെ ചിലപ്പോൾ വീഡിയോ കട്ടായി പോകും. ഇവിടെ മതി. എന്തായാലും ഇങ്ങോട്ടൊരു ഫാം സെറ്റാക്കിയിടാം. വൈകാതെ ഞാൻ സെറ്റാക്കാം. അതിനും വേണം കുറച്ച് ഗ്രാസ് ബ്ലോക്ക്. അത് പെട്ടിയിലല്ല കജ്ജിലുണ്ടല്ലോ. ഈ 30 വെച്ചിട്ട് സെറ്റാക്കാം. അല്ലെങ്കിൽ അത് റീബിൽഡ് ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഒരു മെയിനായിട്ടുള്ള എന്തെങ്കിലും ഫാമായിട്ട് വരാം. വൈകാതെ വരാം. ഇനി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അടുത്തത് ഇനി എന്തെങ്കിലുമൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു അണ്ടർമാൻ XP ഫാമിനെ ഉണ്ടാക്കാം. പക്ഷേ പിന്നെ നെയിം ടാഗ് കിട്ടുമ്പോൾ പിന്നെ അത് സെറ്റാക്കി എടുക്കാം. വെറുതെ ബിൽഡ് വേണമെങ്കിൽ വെറുതെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ പിന്നെ എൻഡ് സിറ്റിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഡയമണ്ട് കണ്ടുപിടിച്ചാൽ അങ്ങനെയാണെങ്കിലും ഉപകാരമാണ്. ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ സുഖമാകും. ഇതിലെത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ.